പ്രഷർ കൂടിയാൽ, ബ്ലഡ് ഷുഗർ കൂടിയാൽ, ബ്ലഡിൽ കൊളസ്ട്രോൾ കൂടിയാൽ ഉള്ള അപകടങ്ങളെപ്പറ്റി മിക്കവാറും എല്ലാവർക്കും സാമാന്യ ധാരണയുണ്ട്. അവയെപ്പറ്റി ഇവിടെ പല അവസരങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് രക്തത്തിൽ ട്രൈഗ്ലിസറൈഡ് എന്ന ഘടകം കൂടിയാൽ അതിൻ്റെ അപകടത്തെപ്പറ്റി ഇന്ന് അല്പം പറയാം. എന്താണ് ട്രൈഗ്ലിസറൈഡ്? നമ്മുടെ രക്തത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഫാറ്റ് അഥവാ നെയ്യ് ആണ് ട്രൈഗ്ലിസറൈഡ്. മിതമായ തോതിൽ ട്രൈഗ്ലിസറൈഡ് രക്തത്തിൽ എല്ലാവർക്കും ആവശ്യമാണ്. നാം ഭക്ഷണം കഴിക്കുന്നതിന് അല്പം താമസിച്ചു പോയെന്ന് കരുതുക, ശരീരത്തിലെ എനർജിക്ക് ആവശ്യമായി ഇന്ധനമായി ഉപയോഗിക്കുന്ന ഷുഗറിൻ്റെ, ഗ്ലൂക്കോസിൻ്റെ അംശം കുറയും. ആ അവസരത്തിൽ തൽക്കാലത്തേക്ക് ഇന്ധനമായി ഉപയോഗിക്കുന്നത് രക്തത്തിലെ ട്രൈഗ്ലിസറൈഡാണ്. ഇതിനായി ട്രൈഗ്ലിസറൈഡ് നമ്മുടെ ഫാറ്റ് സെൽസിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ ട്രൈഗ്ലിസറൈഡിൻ്റെ അംശം അമിതമായി വർദ്ധിച്ചാൽ പല അപകടങ്ങളും ഉണ്ടാകാം. ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, രക്തധമനികളെ ബാധിക്കുന്ന ആർട്ടീരിയോസ്ക്ലോറോസിസ് തുടങ്ങിയവയെല്ലാം ട്രൈഗ്ലിസറൈഡ് കൂടുന്നത് മൂലം സംഭവിക്കാം. വളരെ കൂടിയാൽ ആഗ്നേയഗ്രന്ഥിയെ ബാധിക്കുന്ന പാൻക്രിയാറ്റൈറ്റിസ് എന്ന അപകടകരമായ രോഗവും ഉണ്ടാകാം. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ രക്തത്തിലെ ട്രൈഗ്ലിസറൈഡ് നോർമൽ ആയിരിക്കണമെങ്കിൽ 150 മില്ലിഗ്രാംസ് പെർ ഡെസിലിറ്റർ കുറവായിരിക്കണം എന്ന് നിർദ്ദേശിക്കുന്നു. 150 മുതൽ 200 വരെ ബോർഡർ ലൈൻ ഹൈ ട്രൈഗ്ലിസറൈഡ് ലെവലാണ്. 200 മുതൽ 500 വരെ ഹൈ ട്രൈഗ്ലിസറൈഡ് ലെവലാണ്. 500 മുകളിൽ വളരെ അപകടകരമായ ഹൈ ട്രൈഗ്ലിസറൈഡ് ലെവലാണ്. ഡയബറ്റിക് രോഗികളിൽ പലപ്പോഴും ട്രൈഗ്ലിസറൈഡ് കൂടുന്നതായി കാണാം. പലപ്പോഴും പ്രമേഹ രോഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ട്രൈഗ്ലിസറൈഡ് കൂടുവാനായിട്ട് ആരംഭിക്കും. തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന ഹൈപ്പോതൈറോയിഡിസം ട്രൈഗ്ലിസറൈഡ് കൂടുന്നതിന് കാരണമാകാം. ചിലപ്പോൾ ജെനറ്റിക്കായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ട്രൈഗ്ലിസറൈഡ് കൂടുതലായി കാണുന്ന കുടുംബങ്ങളെയും കാണാറുണ്ട്. നമ്മുടെ ട്രൈഗ്ലിസറൈഡ് കൂടുവാൻ മുഖ്യ കാരണം നാം കഴിക്കുന്ന ഭക്ഷണം മുഖേനയാണ്. വളരെ അധികം നെയ്യുള്ള ആനിമൽ ഫാറ്റ് അടങ്ങിയ മാംസ ആഹാരം കഴിക്കുകയും സാച്ചുറേറ്റഡ് ഫാറ്റുള്ള എണ്ണ ഉപയോഗിക്കുകയും ചെയ്യുന്നവരിൽ ട്രൈഗ്ലിസറൈഡ് കൂടാം. അധികം സിമ്പിൾ ഷുഗർ അടങ്ങിയ ധാന്യങ്ങൾ കഴിക്കുന്നവരിൽ ട്രൈഗ്ലിസറൈഡ് കൂടാം. ഇവിടെ സംഭവിക്കുന്നത് ശരീരത്തിന് എനർജിക്ക് ആവശ്യമായി കൂടുതലായി അരിയാഹാരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഷുഗർ ശരീരം ട്രൈഗ്ലിസറായി കൺവേർട്ട് ചെയ്ത് ഫാറ്റ് സെൽസിൽ സംഭരിച്ചു വെക്കുന്നു. അതും അപകടകരമാണ്. വൈറ്റ് റൈസ്, വൈറ്റ് ബ്രെഡ്, പാസ്റ്റ, പൊട്ടറ്റോസ്, മധുര പലഹാരങ്ങൾ ഇവയെല്ലാം അമിതമായി ഉപയോഗിക്കുന്നവരിൽ ട്രൈഗ്ലിസറൈഡ് കൂടുന്നു. അമേരിക്കയിൽ ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പഠനം കാണിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതലായി ട്രൈഗ്ലിസറൈഡ് കാണപ്പെടുന്നത് വൈറ്റ് റൈസും വൈറ്റ് ബ്രെഡും പാസ്റ്റയുമെല്ലാം കഴിക്കുന്ന മെക്സിക്കൻ വംശജരിലും അവർ കഴിഞ്ഞാൽ ഇന്ത്യൻ വംശജരിലുമാണ്. ഒരാൾ ട്രൈഗ്ലിസറൈഡ് കൂടുതലായി കണ്ടാൽ വൈദ്യശാസ്ത്ര രംഗത്ത് എന്തു ചെയ്യണമെന്നതിന് ചില പൊതുവായ നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ആനിമൽ ഫാറ്റും മറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ എണ്ണയും കുറയ്ക്കുക. വൈറ്റ് റൈസ്, പാസ്റ്റ, മധുര പലഹാരങ്ങൾ ഇവയെല്ലാം കഴിയുന്നതും കുറയ്ക്കുവാനായിട്ട് ശ്രമിക്കുക. സിമ്പിൾ ഷുഗർ, പഞ്ചസാര, പാനി, മധുര പലഹാരങ്ങൾ കഴിവതും കുറയ്ക്കുക. എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുവാനും ശ്രമിക്കുക. വേഗത്തിൽ നടക്കുന്നതായാലും മതി. മത്തി, അയല, സാൽമൺ തുടങ്ങിയ മത്സ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കുക, നോർമൽ ലെവലിൽ എത്താനായിട്ട് ശ്രമിക്കുക. ഒരാളുടെ വെയിറ്റ് എന്ന് പറയുന്ന ഒരുപാട് അവരുടെ നീളത്തെ കൂടെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ വളരെ പ്രധാനം ബോഡി മാസ് ഇൻഡെക്സ് നോർമലാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ, നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചുമക്കളിൽ ആരെക്കൊണ്ടോ കമ്പ്യൂട്ടറിൽ കയറി ഗൂഗിൾ ചെയ്യുക. ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേഷൻ എന്ന് ഗൂഗിൾ ചെയ്ത് നിങ്ങളുടെ വെയിറ്റും ഹൈറ്റും നൽകിയാൽ കമ്പ്യൂട്ടർ നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് തരും.
ട്രൈഗ്ലിസറൈഡ് ലെവൽ നോർമലായിരിക്കണമെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് 25 കുറഞ്ഞിരിക്കണം. ആൽക്കഹോള്, മദ്യം ട്രൈഗ്ലിസറൈഡ് കൂട്ടും. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ നിർദ്ദേശമനുസരിച്ച് പുരുഷന്മാർ 2 ഡ്രിങ്കിൽ കൂടുതലും സ്ത്രീകൾ 1 ഡ്രിങ്കിൽ കൂടുതലും ഒരു ദിവസം കഴിക്കരുത്. അമിതമായി മദ്യപാനാസക്തിയുള്ളവർ ആൽക്കഹോള് അല്പം ഉപയോഗിക്കരുത്. പ്രമേഹ രോഗികളാണെങ്കിൽ ബ്ലഡ് ഷുഗർ ശരിയായി കൺട്രോൾ ചെയ്യുന്നത് ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാൻ സഹായിക്കും. ഡയബറ്റിക് രോഗികൾ ഹിമോഗ്ലോബിൻ A1C 6.5 കുറഞ്ഞിരിക്കുന്നതാണ് ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കുവാൻ ഏറ്റവും നല്ലത്. ട്രൈഗ്ലിസറൈഡ് ഇതെല്ലാം കഴിഞ്ഞ ശേഷവും കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഡോക്ടർ മരുന്ന് നൽകും. സ്റ്റാറ്റിൻ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ, ഫൈബ്രേറ്റ് ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളുമാണ് സാധാരണ ഡോക്ടർമാർ നൽകുന്നത്. ചിലപ്പോൾ ഫിഷ് ഓയിൽ ക്യാപ്സ്യൂൾസ്, നയാസിൻ, B3 ഗുളികകളും എല്ലാം നൽകാറുണ്ട്. പക്ഷേ ഇവയെല്ലാം ഡോക്ടറുടെ നിർദ്ദേശത്തിലും നിരീക്ഷണത്തിലുമായിരിക്കണം. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ YP തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. USA വീക്ക്ലി ന്യൂസ് പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.